നമസ്കാരം. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം നോബൽ പ്രൈസ് ജേതാവായ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല ഗവൺമെൻറ്റാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പല മന്ത്രിമാരും ഇന്ത്യക്കെതിരെ വിവാദപരമായ പല പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണിപ്പോൾ. ബംഗ്ലാദേശിൻ്റെ ഈ പുതിയ ഗവൺമെൻറ്റിനെ പുറത്തുനിന്നും പിന്തുണക്കുന്നത് അതിതീവ്ര മുസ്ലിം പാർട്ടിയായ ജമായത്ത് ഇസ്ലാമിയാണ്. തത്വത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ അതിതീവ്ര വർഗീയ നയമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിലെ പല പ്രദേശങ്ങളിലും ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതും അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഹിന്ദു റിലിജിയൻ്റെ പല ആചാര നടപടിക്രമങ്ങൾക്കും കടിഞ്ഞാനിടാൻ ജമായത്ത് ഇസ്ലാമിയും അവർ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്ക് എതിരെ അതിശക്തമായ ക്രിമിനൽ നടപടികൾ എടുക്കണമെന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനോട് ഈയിടെ ആവശ്യപ്പെട്ടത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മുസ്ലിം റിലിജിയനും ഇടയിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമി എന്ന പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുവാൻ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസിന് എത്ര കാലം സാധിക്കും എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബംഗ്ലാദേശിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ജമായത്ത് ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ വ്യവസായം പാടെ തകർന്നടിഞ്ഞ നിലയിലാണ്. ഇത്രയും കാലം ബംഗ്ലാദേശിൽ നിന്നും ആവശ്യമായ തുണിത്തരങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് അവർക്ക് വേണ്ടുന്ന തുണിത്തരങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള തുണിത്തരങ്ങളുടെ എക്സ്പോർട്ട് ഓർഡർ കുന്നുകൂടിയത് കാരണം പല ഇന്ത്യൻ കമ്പനികൾക്കും അവർ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ യഥാസമയം എക്സ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. ബംഗ്ലാദേശിൽ തളർന്ന തുണി വ്യവസായം ഇപ്പോൾ ഇന്ത്യയിൽ തഴച്ചു വളരുകയാണ്. ഇന്ത്യയിലെ അഡാനി ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പാണ് ബംഗ്ലാദേശിന് ആവശ്യമായ ഇലക്ട്രിസിറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്ത വകയിൽ ബംഗ്ലാദേശ് ഗവൺമെൻറ് അഡാനിക്ക് നൽകാനുള്ള ഇലക്ട്രിസിറ്റി കുടിശ്ശിക $800 മില്യൺ എത്രയും പെട്ടെന്ന് തന്നെ പേ ചെയ്യണമെന്നാണ് അഡാനി ഗ്രൂപ്പ് ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനോട് ഈയിടെ ആവശ്യപ്പെട്ടത്. ഈ തുക എത്രയും പെട്ടെന്ന് തന്നെ അടച്ചില്ല എങ്കിൽ അഡാനി ഗ്രൂപ്പ് ബംഗ്ലാദേശിലേക്കുള്ള പവർ സപ്ലൈ കട്ട് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അഡാനി ബംഗ്ലാദേശിലേക്കുള്ള പവർ സപ്ലൈ നിർത്തലാക്കിയാൽ ബംഗ്ലാദേശിലെ ജനങ്ങളും അതുപോലെ അവിടുത്തെ ഇൻഡസ്ട്രിയും അതിഭീകരമായ പവർ ഷോർട്ടേജ് നേരിടേണ്ടതായി വരിക തന്നെ ചെയ്യും. അതുപോലെ റഷ്യ ബംഗ്ലാദേശിൽ നിർമ്മിച്ച റൂപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടി ബംഗ്ലാദേശിന് അനുവദിച്ച ലോണിൻ്റെ പലിശയായ $630 മില്യൺ ഉടൻ തന്നെ റഷ്യക്ക് പേ ചെയ്യണമെന്നാണ് ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനോട് റഷ്യൻ ഗവൺമെൻറ് ഈയിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാമ്പത്തികമായും വ്യാവസായികമായും തകർന്നടിഞ്ഞ ബംഗ്ലാദേശിന് അഡാനിയുടെയും അതുപോലെ റഷ്യയുടെയും ഇത്രയും വലിയ തുക ഇപ്പോൾ കൊടുക്കുവാൻ പറ്റുകയില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇന്ത്യയുമായി ശത്രുത പുലർത്തുന്നതിന് പകരം ഇന്ത്യയുമായി സഹകരിച്ച് ബംഗ്ലാദേശിനെ റീബിൽഡ് ചെയ്യുവാൻ ശ്രമിച്ചാൽ അത് അവർക്ക് തന്നെ നല്ലത്.